നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് ഓഫീസാ, ആരെങ്കിലും കേറി വരും. കാണുന്നവര് കാണട്ടെ. വിക്രം വർഷ ദമ്പതികളുടെ റൊമാൻസ്. വർഷ, ഇതല്ല വർഷയുടെ സീറ്റ്. വാ, ചെല്ലു. എന്താ? നടക്ക്. എന്തിനാ? അങ്ങോട്ട് നടക്കണോ? ഇരിക്ക. ഇതാണ് സീറ്റ്. എന്താ ഇത്? MD-യുടെ കസേരയിലാണോ ഞാൻ ഇരിക്കേണ്ടേ? MD-ക്കുള്ളതെല്ലാം MD-യുടെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതല്ലേ? ആ, ഈ കമ്പനി പോലും MD-യുടെ ഭാര്യയ്ക്ക് സ്വന്തമല്ലേ? അത് ശരിയല്ല ഏട്ടാ. ചക്രവർത്തിയുടെ സിംഹാസനത്തിൽ ദാസി ഇരുന്ന സിംഹാസനത്തിന്റെ പ്രൗഢി തന്നെ നഷ്ടമായി പോവും. ചക്രവർത്തിനിയായാൽ പ്രൗഢി വർദ്ധിക്കേ ഉള്ളൂ. പടിപടിയായുള്ള സ്ഥാനക്കയറ്റത്തിന് നിലനിൽപ്പുള്ളൂ. പെട്ടെന്നുള്ള ഉയർച്ച ശാശ്വതമല്ല. ഉയർച്ചയ്ക്കനുസരിച്ചുള്ള കഴിവും ആത്മാർത്ഥതയും കൈമുതലായി ഉണ്ടെങ്കിൽ അത് ശാശ്വതമായിക്കോളൂ. May I come in, sir? Yes, come in. Good morning, sir. Good morning, boss. Good morning. ആ, വർഷ ഓഫീസൊക്കെ ഒന്ന് കണ്ടിട്ടോ. ചെല്. അപ്പോ മീറ്റിംഗ് സക്സസ് ആയെന്ന് അർത്ഥം. ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടന്നു കാണുമല്ലേ? അതെ ബോസ്. പറഞ്ഞതാൻ തെരഞ്ഞോളും. ഇവിടെ തീർക്കാനാ പറഞ്ഞിരിക്കുന്നത്. എന്നെ ഒന്നും ചെയ്യല്ലേ. അയ്യോ അയ്യോ. ഗുഡ്. എന്ത് ചെയ്യാനാ, ഞാൻ പണ്ടേ ഇങ്ങനെ ഒന്നിന് കണ്ണുവച്ച അത് സ്വന്തമാക്കിയിരിക്കും. അത് മണ്ണായാലും പെണ്ണായാലും. പാവ, അയാൾക്ക് അപ്പനപ്പൂപ്പന്മാര് വഴി കിട്ടിയ സ്വത്താ. അത് വിൽക്കണോ വിൽക്കണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ്സും അയാൾക്ക് തന്നെയാ. പക്ഷേ ഞാൻ കൊതിച്ചു പോയില്ലേ. കൊതിച്ചാ കിട്ടിയില്ലെങ്കിലേ എനിക്ക് വലിയ സങ്കടമാവും. ബോസ്, ഞങ്ങൾ അങ്ങോട്ട് വർഷയുടെ അകത്തേക്ക് വരാൻ പറയാം. യെസ് ബോസ്. വർഷ, ഇത് വാങ്ങിക്കുന്നേ. ഇതെന്താ പ്രമാണോ? വാങ്ങി വായിച്ചു നോക്ക്. ഇത് എന്റെ പേരിലാണല്ലോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതെ, സിറ്റിയുടെ മധ്യഭാഗത്ത് പൊന്നിൻ വിലയുള്ള 4 ഏക്കർ ഭൂമി എന്റെ ഭാര്യ വർഷയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പുതുതായി തുടങ്ങുന്ന ഔഷധ കമ്പനിക്ക് ആവശ്യമായ മരുന്നുകൾ നിർമ്മിക്കാനുള്ള ഔഷധ ചെടികൾ നട്ടുവളർത്താനുള്ള എസ്റ്റേറ്റ് ആണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇത് എന്റെ പേരിൽ തന്നെ വേണമായിരുന്നു. മരുന്ന് കമ്പനി തന്നെ വർഷയുടെ പേരിൽ തുടങ്ങുന്നത്. അപ്പൊ അതിനുവേണ്ടി വാങ്ങിയ സ്ഥലവും വർഷയുടെ പേരിൽ തന്നെ വേണ്ടേ? വർഷയുടെ കഴുത്തില് ഞാൻ താലി കെട്ടിയ ശേഷം ഞാൻ ആദ്യമായി ഭാര്യയ്ക്ക് നൽകുന്ന ഗിഫ്റ്റാണിത്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റായത്. എന്റെ ജീവിതത്തില് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്ന് അറിയോ വർഷയ്ക്ക്?
അത് നീയാ നീയാ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സമ്മാനം. കാലം ഈ വിക്രമിന് കരുതി വെച്ച ലോകത്തെ ഏറ്റവും വിലപിടിച്ച സമ്മാനം. അയ്യോ, ഇത് ഓഫീസാ, ആരെങ്കിലും കേറി വരും. കാണുന്നവരെ കാണട്ടെ. വിക്രം വർഷ ദമ്പതികളുടെ റൊമാൻസ്. ജഗ, ഇവനിതെന്തു പറ്റി? ഞാൻ വന്നതുപോലും അറിഞ്ഞിട്ടില്ലല്ലോ. ജഗ, നീ എന്താ പകൽക്കിനാവ് കാണുവാണോ? എന്തോ ക്ഷീണം കാരണം ഒന്ന് മയങ്ങിപ്പോയതാ. ജഗ, ഇത് കണ്ണിന്റെ മയക്കമല്ല, കരളിന്റെ കലക്കവാ. നിനക്ക് എന്താ പറ്റിയത്? പറയൂ. എനിക്കൊന്നുമില്ല, ഏട്ടത്തേക്ക് വെറുതെ തോന്നുന്നതാ. അത് കള്ളം. നിന്നെ എന്തോ ഒരു പ്രശ്നം അലട്ടുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാ ചിലപ്പോ എനിക്കതിന് പരിഹാരം കാണാൻ കഴിയും. ഇല്ല ഏട്ടത്തി, എന്റെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയില്ല. എന്നെ വിട്ടേക്ക്. നിക്ക്. വന്ദനയില്ലേ നിന്റെ പ്രശ്നം? ഞാൻ പറഞ്ഞത് നേരല്ലേ? വന്ദന, അവളല്ലേ ഇപ്പൊ നിന്നെ അലട്ടുന്ന പ്രശ്നം. ഞാൻ നിന്നെ സഹായിക്കാം. എല്ലാം കഴിഞ്ഞുപോയ കഥയാണല്ലോ, അത് വിട്ടേക്ക്. ഒന്നും കഴിഞ്ഞിട്ടില്ല ജഗ. ഇപ്പോഴത്തെ നിന്റെ പ്രശ്നം എന്താണെന്ന് പറ. ഒരു പ്രശ്നമില്ല. ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.